അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡാറ്റ സ്ട്രക്ചറാണ്. എന്താണ് ഒരു ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ഒരു ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് എ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. അപ്പം നിങ്ങൾ ഇവിടെ പോയിന്റ് ഔട്ട് നോക്കേണ്ട കാര്യം, ഇവിടെ എന്താണ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. അതായത് ഡാറ്റേനെ നമ്മൾ ഓർഗനൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഓർഗനൈസ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളതിൻ്റെ ഒരു ലോജിക്കൽ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ആണ് എന്ത് പറയുന്നത്, ഒരു ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഡാറ്റയുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡാറ്റ സ്ട്രക്ചറൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡാറ്റ സ്ട്രക്ചർ നമുക്ക് ആവശ്യമായിട്ട് വരിക? ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മുടെ വേൾഡിൽ ഡാറ്റ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. ഡാറ്റ ഇങ്ങനെ ഡെയിലി വന്നിട്ട് അത് ഇത്ര ഉണ്ടായിരുന്നത് കുറച്ചുള്ളതിൽ നിന്ന് പിന്നെ ഇങ്ങനെ കൂടി അതിങ്ങനെ ഡംപ് ചെയ്തിട്ട് വലിയതായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഡാറ്റ. അപ്പോൾ ഈ ഡാറ്റ നമുക്ക് അവിടെ കൊണ്ടുപോയി ഇട്ടാൽ മാത്രം പോരാ, അല്ലേ? എവിടെയെങ്കിലും കൊണ്ടുപോയി നമുക്ക് ഡാറ്റേനെ, ഇപ്പോൾ സപ്പോസ് നമുക്കൊരു വെസലുണ്ട്, വി ഹാവ് എ വെസൽ. നമ്മളതിലേക്ക് ഡാറ്റേനെ കൊണ്ടുപോയി ഇടണം. ഡാറ്റ ഇങ്ങനെ ഡംപ് ചെയ്ത് വന്നു, അല്ലേ? നമുക്കതിൽ നമ്മുടെ ഡാറ്റ ഏറ്റവും ചിലപ്പോൾ സപ്പോസ് ഒരു ഡാറ്റ നമുക്കിപ്പോൾ ഈ ഡാറ്റേനെ വേണം, അല്ലേ? നമുക്ക് ഇതിൽ നിന്ന് ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്താൽ മാത്രം പോരാ, അതിന് ആവശ്യത്തിനനുസരിച്ച് എടുക്കുകയും വേണം. ഏതോ സമയത്ത് നമ്മൾ ഡാറ്റ ഇങ്ങനെ ഡംപ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എന്ത് വേണം, റിട്രീവ് ചെയ്യാൻ കഴിയുകയും വേണം. സ്റ്റോറിങ് മാത്രം പോരാ. സ്റ്റോറിങ് നമുക്ക് ഇങ്ങനെ ഡംപ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയി ഡംപ് ചെയ്ത് ചെയ്യാം. പക്ഷെ അതിന് റിട്രീവൽ, ഇപ്പോൾ സപ്പോസ് നമുക്കൊരു പെർട്ടിക്കുലർ ഡാറ്റ പെട്ടെന്ന് തന്നെ വേണം, അവിടെ ടൈം ഒരു മാറ്ററാണ്, അല്ലേ? നമുക്കൊരു ഇപ്പോൾ ഒരു ഡാറ്റ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് വേണം. അപ്പോൾ നമുക്ക് ഇത്രയും ഡാറ്റ ഇവിടെ ഇങ്ങനെ ഡംപ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ ഡംപ് ചെയ്ത് കിടക്കുന്നതിന് പെർട്ടിക്കുലർ ഡാറ്റ അതിൽ നിന്നൊക്കെ സെർച്ച് ചെയ്ത്, ഇതൊക്കെ ഡാറ്റയാണ്, ഇതുപോലെ എല്ലാം ഡാറ്റകളാണ്. അപ്പോൾ ഈ പെർട്ടിക്കുലർ ഡാറ്റയിൽ നിന്ന് നമുക്ക് ഈ മൊത്തം ഡാറ്റയിൽ നിന്ന് ഡംപ് ചെയ്ത് കിടക്കുന്ന ഡാറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ആ ഡാറ്റേനെ കിട്ടുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ സെർച്ച് ചെയ്തിട്ട് വേണം നമുക്ക് ഇതെടുക്കാം. അപ്പോൾ നമുക്ക് ടൈം ഒരു മാറ്റർ ആയതുകൊണ്ട് തന്നെ ഇതൊരു വിഷയമാണ്. അപ്പോൾ നമുക്ക് ഈ ഡാറ്റേനൊക്കെ നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്യണം. അപ്പോൾ ആ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഡാറ്റ സ്ട്രക്ചർ. അങ്ങനെ ആ ഡാറ്റേനെ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ലോജിക്കൽ ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ് എന്ത് പറയുന്നത്, ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫിസിക്കലി എങ്ങനെയാണ് അതിൻ്റെ ലോജിക്കൽ മോഡൽ എന്ന് പറയാൻ കാരണം, ഫിസിക്കലി എങ്ങനെയായിരിക്കും ഫിസിക്കലി സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അത് എന്താണ് കുറച്ചും കൂടെ ലോ ലെവലായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഹാർഡ്വെയറിൽ അത് സ്റ്റോർ ചെയ്യുക. ഹാർഡ്വെയറിൽ എന്താണ്, അത് സീറോസ് ആൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ സീറോസ് ആൻഡ് വൺസ് ആയിട്ടൊക്കെ ആയിരിക്കും അത് സ്റ്റോർ ചെയ്യുക. പക്ഷേ ലോജിക്കലി അത് നമുക്ക് നമ്മുടെ ഒരു ഐഡിയ ആണ് ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ലോജിക്കലും ഫിസിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ നടക്കുന്നത് എന്നുള്ളതാണ്. ലോജിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസെപ്റ്റാണ് ഇങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അപ്പോൾ എഫക്റ്റീവായ രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണം, അതിനനുസരിച്ച് റിട്രീവ് ചെയ്യണം. സ്റ്റോറിങ് റിട്രീവിങ് മാത്രമല്ല ഓപ്പറേഷൻസ് വരുന്നുണ്ട്, പല ഓപ്പറേഷൻസും വരുന്നുണ്ട്. അതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിന് മുന്നേ നമുക്ക് നോക്കാം എന്തൊക്കെ ഡാറ്റ സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ട്, ഏതൊക്കെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട് എന്നുള്ളതിനെ പറ്റി നോക്കാം. ഡാറ്റ സ്ട്രക്ചേഴ്സ് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്
primitive and non-primitive. ഈ പ്രിമിറ്റീവായിട്ട് വരുന്നതാണ് ഇതൊക്കെ വരുന്നത് ഇൻറ്റിജർ, റിയൽ, ക്യാരക്ടർ, ബൂളിയൻ. റിയൽ എന്നൊക്കെ പറയുന്നത് നമ്പറാട്ടോ, റിയൽ നമ്പേഴ്സിൻ്റെ ക്യാരക്ടർ, ബൂളിയൻ, ഈ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഒക്കെ വരില്ലേ, ബൂളിയൻ. ദെൻ നോൺ പ്രിമിറ്റീവ് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് പ്രിമിറ്റീവ് നോൺ പ്രിമിറ്റീവ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനെ ലീനിയർ എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നോൺ ലീനിയറിൽ വരുന്നത് ട്രീ, ഗ്രാഫ് ഒക്കെയാണ്. ലീനിയറിൽ വരുന്നത് അറേ, ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ. നമുക്കിതൊക്കെ പഠിക്കാനുള്ളതാട്ടോ. അപ്പോൾ എന്താണ് പ്രിമിറ്റീവ് ആൻഡ് നോൺ പ്രിമിറ്റീവ്? പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൻറ്റ്, റിയലി, ബൂളിയൻ ഇതൊക്കെ എന്താണ്? പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ആണ്. ഇതിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതുപോലുള്ള പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പുകൾ കൊണ്ടുണ്ടാക്കിയതാണ് നോൺ പ്രിമിറ്റീവ്. ഇപ്പോൾ അറേ എന്ന് പറയുന്നത് ചിലപ്പം എന്താണ് ഇൻറ്റ് ഡാറ്റ ടൈപ്പുകളുടെ ഒരു കളക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ റിയൽ വരുന്ന റിയൽ ഡാറ്റകളുടെ കളക്ഷൻ ആയിരിക്കാം. ഓക്കെ. അപ്പോൾ ഈ നോൺ പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പുകളിൽ വരുന്ന ഡാറ്റയുടെ ഒരു കളക്ഷൻ. എങ്ങനെയാണ് ശരിക്കും പറയാം? നോൺ പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിലൊരു കളക്ഷൻ ആയിരിക്കും, ഒരു കൗണ്ട് ഉണ്ടായിരിക്കും അതിൽ. എത്ര ഡാറ്റ, ഒരുപാട് ഡാറ്റകൾ ഉണ്ടായിരിക്കും. ഓക്കെ. അവരുടെ ഇതിൻ്റെ ഒരു കളക്ഷനാണ് ഈ നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സിലൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ലീനിയറും ഉണ്ട്, നോൺ ലീനിയറും ഉണ്ട്. ലീനിയർ എന്ന് പറയുമ്പോൾ സ്റ്റോറേജ് ആണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ സ്ട്രക്ചർ. ലീനിയർ സ്ട്രക്ചർ അറേ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? ലീനിയർ ആണല്ലേ. ലിങ്ക്ഡ് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ലീനിയർ ആണ്. അങ്ങനെയാണ് ലിങ്ക്ഡ് ലിസ്റ്റ് ഒക്കെ വരുന്നത്, അതും ലീനിയർ ആണ് വരുന്നത്. പിന്നെ അതേപോലെ സ്റ്റാക്ക് ആണെന്നുണ്ടെങ്കിലും സ്റ്റാക്കിൻ്റെ ഇതിങ്ങനെയാണ്, അതും ലീനിയർ ആണ്. ക്യൂ ആണെന്നുണ്ടെങ്കിൽ ലീനിയർ ആണ്. നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? ലീനിയർ അല്ല. ഇങ്ങനെയാണ്. ഇപ്പോൾ ട്രീ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഇറ്റ്സ് ലൈക്ക് ദിസ്. ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ. അപ്പം ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതും. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം പഠിക്കണം. അറേയിൽ ലിങ്ക്ഡ് ലിസ്റ്റും സ്റ്റാക്കും ക്യൂ ഒക്കെ പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. അപ്പം നമ്മൾ അധികം ഡാറ്റ സ്ട്രക്ചറിൽ നമ്മൾ പഠിക്കുന്നത് നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ പ്രിമിറ്റീവ് നമ്മൾ പ്രോഗ്രാമിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇൻറ്റ്, റിയൽ, ക്യാരക്ടർ, ബൂളിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ നോട്ട്സ് എഴുതുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, കാരണം നമുക്ക് ഇനി അത് വരുന്നുണ്ട്. ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് അറേ എന്താണ്, ലിങ്ക്ഡ് ലിസ്റ്റ് ആരെ നിങ്ങൾക്ക് അറിയുണ്ടാവും. ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ എന്താണ്, അതിൻ്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, സ്റ്റാക്ക് എന്താണ്, ക്യൂ എന്താണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് ഇപ്പോൾ പറയുന്നില്ല. ജസ്റ്റ് നമുക്ക് പിന്നീട് വരുന്നതാണ് അതൊക്കെ. സോ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇനി ഡാറ്റ സ്ട്രക്ചേഴ്സിൽ വരുന്ന കുറച്ച് മെയിൻ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് ട്രാവേഴ്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു ഈ നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ കളക്ഷനാണ്. അതിലെന്തായാലും എലമെൻസിൻ്റെ കളക്ഷനാണ്. ആ എലമെൻസിൻ്റെ കളക്ഷൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ ഡാറ്റ സ്ട്രക്ചറും വരുന്നത്. ഇപ്പോൾ അരയാണെന്നുണ്ടെങ്കിൽ ആ എലമെൻസ്, ആ ഡാറ്റ എലമെൻസിനെ നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ലീനിയറായിട്ട് ഇങ്ങനെയാണ് അല്ലേ, അരേൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ. ലിങ്ക്ഡ് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ലോജിക്കലി നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡാറ്റ, ഇത് അടുത്തതിലേക്കുള്ളൊരു പോയിൻ്റർ, അഡ്രസ്സാണ്.
അഡ്രസ്സ് പോയിൻ്റർ എന്ന് പറയുമ്പോൾ അഡ്രസ്സ് അടുത്ത ഇതിന് ഓരോന്നും പറയുന്നത് എന്താണ്? നോഡ് എന്നാണ്. ഓക്കെ, നോഡ്. അടുത്തത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2, അടുത്തതിലേക്കുള്ള അഡ്രസ്സാണ്, പോയിൻ്ററാണ്, അടുത്ത നോഡിലേക്ക്. ഇങ്ങനെയാണ് ലിങ്ക്ഡ് ലിസ്റ്റ് ആണെന്നാണ്. ലിങ്ക് ചെയ്ത് പോകുന്നതാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ദെൻ അടുത്തത് വരുന്നത് ഏതാണ്? സ്റ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇങ്ങനെ ഈ പ്ലേറ്റുകളൊക്കെ അടുക്കി വെച്ച പോലെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് അതിന് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്യൂ ആണെന്നുണ്ടെങ്കിൽ തന്നെ സാധാരണ ഇതുപോലെ തന്നെ, പക്ഷെ അതിനൊരു ഫ്രണ്ടും ഉണ്ടായിരിക്കും, ഒരു റെയറും ഉണ്ടാവും. ക്യൂവിൻ്റെ അറിയാമല്ലോ, ഒരു ഇതിലേക്ക് നമുക്കിങ്ങനെ ആൾക്കാർ വന്ന് ഇങ്ങനെ നിൽക്കുന്നു, ഒന്നിലൂടെ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നു അല്ലേ? അതാണ് ക്യൂവിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ ഇതിൽ വരുന്ന ഓപ്പറേഷൻസ് പൊതുവെ ട്രീയും ഗ്രാഫൊക്കെ ഉണ്ട്. ഗ്രാഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ട്രീ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അല്ലേ? ലൈക്ക് ദിസ്, ഇങ്ങനെയൊക്കെ വരും. ഓക്കെ, ഇതുപോലെയാണ് ഗ്രാഫൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഓപ്പറേഷൻസ് ആണ് ഞാൻ പറയുന്നത്. ട്രാവേഴ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ഓരോ എലമെൻറ്റ്സിനെ വിസിറ്റ് ചെയ്യുന്നതിനെയാണ് ട്രാവേഴ്സിങ് എന്ന് പറയുക. ഓക്കെ, ഓരോ എലമെൻറ്റ്സിനെ നമ്മൾ ഇതിലിപ്പോൾ ഇതിന്ന് അടുത്ത എലമെൻറ്റ്സിനെ ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്നതിനാണ് ട്രാവേഴ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ട്രീയിലാണെന്നുണ്ടെങ്കിൽ ഇതിൽ കഴിഞ്ഞിട്ട് അടുത്തതിനെ ഓരോ നോഡ് ബൈ ആയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനാണ് ട്രാവേഴ്സിങ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അടുത്ത് വരുന്ന ഓപ്പറേഷനാണ് സെർച്ചിങ് എന്ന് പറയുമ്പോൾ ഒരു എലമെൻറ്റിന്, നമ്മുടെ കയ്യിലൊരു എലമെൻ്റ് ഉണ്ട്, ആ എലമെൻ്റ് ഇതിലുണ്ടോ എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്യും. ഇതാണ് സെർച്ചിങ് ചെയ്യുന്നത്. ദെൻ അടുത്ത് വരുന്നത് ഇൻസെർട്ടിങ്. അറിയാലോ എന്താണെന്ന്, നമ്മളതിലേക്ക് ഒരു ഡാറ്റ ഇൻസെർട്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തത് വരുന്നത് ഡിലീറ്റിങ് ഡാറ്റ ഡിലീറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സോർട്ടിങ്, നമ്മുടെ ഡാറ്റേനെ സോർട്ട് ചെയ്യുന്ന. അത്യാവശ്യം എല്ലാ ഡാറ്റ ടൈപ്പിലും നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റില്ല, എന്നാൽ എല്ലാ ഡാറ്റയിലും അല്ലാത്ത ചില കേസുകൾ വരുന്നതാണ് ഈ ഓപ്പറേഷൻസൊക്കെ. ഈ 5ഉം 6ാമത്തെ ഓപ്പറേഷൻ മെർജിങ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 അരേകളുണ്ട്, ഈ രണ്ടും കൂടെ ഇങ്ങോട്ട് മെർജ് ചെയ്യുക, ആണ് മെർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ് വരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു എന്താണ് ഡാറ്റ സ്ട്രക്ചർ എന്നും, ഓരോ ഡാറ്റ സ്ട്രക്ചറിലും നമുക്ക് ഈ ഓപ്പറേഷൻസൊക്കെ എങ്ങനെയാണ് നടത്താൻ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അരയാണെന്നുണ്ടെങ്കിൽ ആ അരയിൽ എങ്ങനെയാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുക, അതിലെങ്ങനെയാണ് ഒരു എലമെൻറ്റിനെ സെർച്ച് ചെയ്യുക, അതിലെങ്ങനെയാണ് ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുക, എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക, അതിന്ന് എങ്ങനെയാണ് സോർട്ട് ചെയ്യുക, എങ്ങനെയാണ് മെർജ് ചെയ്യുക എന്നുള്ളതൊക്കെ ഓരോ ഡാറ്റ സെറ്റ്സിലും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ലിങ്ക്ഡ് ലിസ്റ്റിൽ എങ്ങനെയാണ് ട്രാവേഴ്സ് ചെയ്യുക, ഒരു എലമെൻറ്റിനെ എങ്ങനെയാണ് ആ ലിങ്ക്ഡ് ലിസ്റ്റിൽ സെർച്ച് ചെയ്യുക, എങ്ങനെയാണ് ആ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഇൻസേർട്ട് ചെയ്യുക, ഡിലീഷൻ നടത്തുന്നത് എങ്ങനെയാണ് ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അങ്ങനെ ഓരോ ഡാറ്റ സ്ട്രക്ചറിൻ്റെയും കേസിൽ നിങ്ങൾക്ക് ഇതെല്ലാം പഠിക്കാനുണ്ട്. ഇനി നിങ്ങൾക്ക് അടുത്ത വരുന്നൊരു ടോപ്പിക്കാണ് അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ്. അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ ഡെഫിനേഷൻ എഴുതിയിരിക്കുന്നത് an abstract data type അല്ലെങ്കിൽ ADT, ഇതിനെ ചുരുക്കിയിട്ട് നമ്മൾ ADT എന്ന് പറയാം. ADT refers to a set of data values and associated operations that are specified accurately. And associated operations that are specified accurately.
എന്താ അപ്പോൾ അത് മീനിങ്? ആൻ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഡാറ്റ വാല്യൂസ്. അതായത് ഒരു ഡാറ്റേൻ്റെ ഒരു സെറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡാറ്റയിൽ ഒരുപാട് ഡാറ്റ ഉണ്ടായിരിക്കും. അങ്ങനെ നിറയെ ഡാറ്റ ഉണ്ട്. ഓക്കെ, ആൻഡ് അസോസിയേറ്റഡ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞതൊക്കെ ഏതൊക്കെയാണ്? ഇൻസർഷൻ അല്ലേ, ഒരു ഇൻസർഷൻ, അതിലേക്ക് ഡിലീഷൻ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ട്രാവേഴ്സിങ്, സെർച്ചിങ്, പിന്നെന്താണ് സെർച്ചിങ്, പിന്നെ ഏതാ വരുന്നത്? സോർട്ടിങ്, മെർജിങ്, ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മെർജിങ്, ഇങ്ങനെയൊക്കെയാണ് മെയിനായിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ വരുന്നത്. ഇതെല്ലാം അതായത് ഇപ്പോൾ പറഞ്ഞിരുന്നത് സെറ്റ് ഓഫ് ഡാറ്റ വാല്യൂസും അതിൻ്റെ അസോസിയേറ്റഡ് ഓപ്പറേഷൻസും എല്ലാം നല്ല അക്യുറേറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തേന് പറയുന്നതാണ് എന്താണ്? അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്. അതായത് ഇപ്പോൾ നമ്മൾ കുറച്ച് ഇതിന് എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ഒരു ക്യൂവിൻ്റെ ആവശ്യം വരണം. ഒരു ക്യൂ നമ്മൾ ബിൽഡ് ചെയ്യണം. ക്യൂ ബിൽഡിങ് നമ്മളതിൽ പുതിയ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാനായിട്ടൊരു ഫ്രണ്ട്, ക്യൂവിൽ നിന്ന് ആൾക്കാർ പോകാൻ വേണ്ടിയിട്ടൊരു റെയർ. നമുക്കിനി അതിലേക്ക് വരുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് ഓപ്പറേഷൻസ് വരുന്നത്? നമുക്കതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാൻ പറ്റണം അല്ലേ, ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റണം, ഇവിടെ ഡിലീറ്റ് ചെയ്യാൻ പറ്റണം അല്ലേ. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഓപ്പറേഷൻസ് ആയിട്ട് ഇതിന് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡാറ്റ നമ്മളെ ഇവിടെ ഉണ്ടാവും. നമ്മളെ ഡാറ്റയാണ് ഇപ്പോൾ ഇവിടെ സംതിങ് ലൈക്ക് ദിസ്, ജസ്റ്റ് കുറച്ച് നമ്പേഴ്സ് കൊടുത്തുന്നുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഡാറ്റയാണ്. അപ്പോൾ ഈ ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? കറക്റ്റായിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഡാറ്റ എവിടെ ഉണ്ട് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അസോസിയേറ്റഡ് എല്ലാ ഓപ്പറേഷൻസും നമ്മൾ പ്രോഗ്രാം എഴുതിയിട്ട് അതിലോട്ട് വെച്ചിട്ടുണ്ട്, അവിടെ അതിൽ എംബഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ്, എങ്ങനെ വരുന്നതാണെങ്കിൽ അതിനെ പറയുന്നതാണ് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഇപ്പോൾ ഈ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു പ്രോഗ്രാം ആവശ്യമായിട്ട്, നമുക്കൊരു ആപ്ലിക്കേഷനായിട്ട് ആവശ്യമായിട്ട് വരികയാണ്. അപ്പോൾ ആ ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരുപാട് ഡാറ്റ ടൈപ്പുകൾ ഒരുപാട് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഡാറ്റ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിന് പകരം നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഡാറ്റ സ്ട്രക്ചർ ഓൾറെഡി ആരെങ്കിലും ബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് നമ്മുടെ ഇതിലോട്ട് യൂസ് ചെയ്താൽ മതി. അത് കാരണം എന്താണ്? ഓൾറെഡി അവർ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പോൾ ക്യൂ ആണെന്നുണ്ടെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ട്. ക്യൂ അതിലേക്ക് വരേണ്ട ഓപ്പറേഷൻസ് ഇൻസെർട്ട് ക്യൂ, ഡിലീറ്റ് ക്യൂ, ഇതൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ക്യൂ എന്ന് പറയുന്നൊരു ഡാറ്റ സ്ട്രക്ചർ അവർ ലോജിക്കലി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനോട് കൂടി തന്നെ അതിൻ്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഇൻസെർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ളതൊക്കെ തന്നെ അതിനോട് കൂടി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ഇപ്പോൾ അതിൽ വേണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇപ്പം നിങ്ങളതിലൊരു പിക്ചറൊക്കെ തന്നിട്ട് ഒരു പിക്ചറുണ്ട്, അതെന്താ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം, ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങളൊരു ഷോപ്പൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഷോപ്പിലൊരു ആപ്ലിക്കേഷൻ, എൻ്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമുണ്ട്. അങ്ങനത്തെ ആ ഷോപ്പ് മാനേജ്മെൻറ്റ്, ആ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പ്രോഗ്രാം എഴുതുകയാണ്. അങ്ങനെ പ്രോഗ്രാം എഴുതുന്ന കേസിൽ നിങ്ങൾക്കൊരു ഡാറ്റ ടൈപ്പിൻ്റെ ആവശ്യം വരികയാണ്. അങ്ങനത്തെ കേസിൽ വി ആർ യൂസിങ് എ ഡാറ്റ ടൈപ്പ്. ചിലപ്പം അറേ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പിൻ്റെ ഇവിടെയാണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സ്. ആയിരിക്കും
ലിങ്ക്ഡ് ലിസ്റ്റ്, ഇത് നമ്മുടെ ഡൈനാമിക് മെമ്മറി. ഇതിൽ കുറേ പ്രൈവറ്റ് ഫങ്ഷൻസ് ഉണ്ട്. എന്താണ് പ്രൈവറ്റ് ഫങ്ഷൻ, എന്താണ് പബ്ലിക് ഫങ്ഷൻസ് എന്നൊക്കെ അറിയോ? ദെൻ പബ്ലിക് ഫങ്ഷൻസ്. ആക്സസിബിലിറ്റി മോഡ്സ് ഒക്കെ അറിയാലോ, പ്രൈവറ്റ് പബ്ലിക് ഒക്കെ അറിയാലോ, പ്രൊട്ടക്റ്റഡ് ഒക്കെ അറിയാലോ. എന്താണതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഇപ്പം നിങ്ങൾ നോക്കുക, നമ്മുടെ ഡാറ്റാ സ്ട്രക്ചർ ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു അരയും ലിങ്ക്ഡ് ലിസ്റ്റും നമുക്ക് ആവശ്യമായിട്ട് വരികയാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ. അപ്പോൾ ഈ അരയിലും അരേ ലിങ്ക്ഡ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. വി ആർ ജസ്റ്റ് യൂസിങ് ഇറ്റ് ഇൻ അവർ ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മളെ ഇൻട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ അരേ പ്രോഗ്രാമിനോടും ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിനോടൊക്കെ നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതിലൂടെയാണ്, ത്രൂ ഇൻ്റർഫേസ്. ഒരു ഇൻ്റർഫേസിലൂടെയാണ് അല്ലേ. അതായത് നമുക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുള്ള കുറച്ച് പബ്ലിക് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. അതായത് അരേ യൂസ് ചെയ്യാനും ഈ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പബ്ലിക് ഫങ്ഷൻസ് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ടായിരിക്കും. അതിലൂടെയാണ്, ഇതിലൂടെ ആ പബ്ലിക് ഫങ്ഷനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതിലൂടെയാണ്, ത്രൂ ആൻ ഇൻ്റർഫേസ്. ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം. അപ്പോൾ ഇത്രയാണ് ADT, അതായത് അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ്. അപ്പോൾ അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നതിൻ്റെ അത്രേ കാര്യമുള്ളൂ. ഒരു സെറ്റ് ഓഫ് ഡാറ്റ വാല്യൂസ് ഉണ്ടായിരിക്കും. ആ സെറ്റ് ഓഫ് ഡാറ്റ വാല്യൂസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതിനെപ്പറ്റി നമ്മൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അരയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ്. അപ്പോൾ അതിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ഉണ്ട്, അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസും എല്ലാം അതിനോട് നമ്മൾ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ആക്ച്വലി അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം തന്നെയാണ്. അപ്പോൾ അരേ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. അരേ ഇറ്റ്സ് എ പ്രോഗ്രാം. ഓക്കെ, അരയിൽ എന്തൊക്കെ ഉണ്ടാവും, അരയിൽ എങ്ങനെയാണ് അതിൻ്റെ ഡാറ്റ എങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് ആ പ്രോഗ്രാമിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ അരയിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ അതിൽ ഉണ്ടായിരിക്കും, ആ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പറയുന്നതിനെയാണ് എന്താ പറയുക, ഇങ്ങനെ വരുന്ന ഡാറ്റ ടൈപ്പുകളെയാണ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു.